നല്ല നാടൻ കൂട്ടാനുകളൊക്കെ വെച്ച് ഇതുപോലൊരു പൊതിച്ചോറ് കെട്ടിയെടുത്താലോ? അന്നത്തെ പൊതിച്ചോറുകൾ ഇന്നത്തെ പോലെ പരിഷ്കാരിയായിരുന്നില്ല. പൊരേന്ന് രാവിലെ പണിക്ക് പോകുന്ന ആണുങ്ങൾക്കും ദൂരയാത്രയ്ക്ക് എവിടെയെങ്കിലും പോകുന്നവർക്കും ഉച്ചയ്ക്കത്തെ ശാപ്പാടിനുള്ള വക പൊതി കെട്ടി കൊടുത്തയച്ചിരുന്നതാണ് അന്നത്തെ പൊതിച്ചോറുകൾ. പൊതിച്ചോറിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ തലേ ദിവസം തന്നെ തൊടിയിന്നോ പറമ്പിന്നോ ശേഖരിച്ചു വെക്കും. ഇനി മീൻ എന്തെങ്കിലും വേണമെങ്കിലോ അതും അതിരാവിലെ തന്നെ വീട്ടുമുറ്റത്തെത്തും. പെട്ടെന്ന് തന്നെ നന്നാക്കിയെടുത്ത് അതും പൊതിച്ചോറിലേക്ക് അങ്ങ് കൂട്ടും. ഇന്നത്തെ പൊതിച്ചോറിലേക്ക് ഉമ്മുമ്മാന്റെ പറമ്പിൽ നിന്ന് ഇത്തിരി തക്കാളിയും വഴുതനങ്ങയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചമ്മന്തിയും വഴുതനങ്ങ കൊണ്ട് നല്ല രുചികരമായൊരു മെഴുക്ക് പുരട്ടിയും തയ്യാറാക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. അതങ്ങ് വരണ്ടു വരുമ്പോഴേക്കും ഇത്തിരി പച്ചമുളകും ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അരിഞ്ഞു വെച്ച തക്കാളിയും ഉപ്പും ചേർത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറുതീയിൽ അങ്ങനെ വേവിച്ചെടുത്താൽ എളുപ്പത്തിൽ രുചികരമായൊരു തക്കാളി ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി അടുത്ത വിഭവത്തിനായിട്ട് വഴുതനങ്ങ ഒന്ന് കനം കുറച്ച് നീളത്തിൽ അങ്ങ് അരിഞ്ഞെടുക്കണം. ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോഴേക്കും സവോള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴണ്ടു വരുമ്പോഴേക്കും 2-3 പച്ചമുളക് കീറിയതും ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടി വഴറ്റണം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുത്താൽ അതും അങ്ങ് കാലായിട്ടുണ്ട്. മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് നല്ലോണം തിരുമ്മി വെച്ച കിളിമീനു കൂടി എണ്ണയിലേക്കിട്ട് അങ്ങ് പൊരിച്ചു കോരിയെടുക്കാം. വാട്ടിയ തൂശനിലയിലേക്ക് അതിന്റെ ചൂട് മാറും മുൻപേ ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കണം. ഒരു നുള്ളു ഉപ്പും കൂടെ മേലെ വിതറി കൊടുക്കാം. ഇനി നല്ല ചൂടുള്ള ആവി പറക്കുന്ന 2 കയ്യിൽ ചോറ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളി ചമ്മന്തിയും വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും നല്ല മീൻ വറുത്തതും കൂടി അങ്ങ് വെച്ചു കൊടുക്കാം. മീൻ വറുത്തത് വെക്കുമ്പോൾ പ്രത്യേകം ഒരു വാഴയിലയിൽ മാറ്റി പൊതിഞ്ഞു വെക്കാൻ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഉപ്പിലിട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുശാലായി. എൻ്റെ കയ്യിൽ ഇത്തിരി നെല്ലിക്കയും ഉപ്പിലിട്ട നല്ല മുളകും ഉണ്ടായിരുന്നു. അതും കൂടി അങ്ങ് പൊതിച്ചോറിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നല്ലോണം അമർത്തി അങ്ങ് പൊതി കെട്ടിയെടുക്കണം. പൊതി അങ്ങ് കെട്ടിവെച്ച് 1 മണിക്കൂർ കഴിഞ്ഞോ 2 മണിക്കൂർ കഴിഞ്ഞോ തുറക്കുമ്പോൾ അതിൽ നിന്നൊരു മണം അങ്ങ് വരും. പിന്നെ പണ്ടാരോ പറഞ്ഞതുപോലെ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയൂല. ഈ പൊതിച്ചോറിൽ മാത്രം അങ്ങ് മയങ്ങി വീണു പോകും.